പ്രേക്ഷകരെ സമയം 1 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 45 സെക്കൻഡാണ്. അവിടെ ഇരിട്ടി കാഞ്ചാറിലെ ഇരട്ട കൊലപാതകത്തിൽ തറ കുഴിച്ചുള്ള പരിശോധന തുടരുകയാണ്. നമ്മൾ ഒരിക്കൽ കൂടി രാഹുൽ വിജയനിലേക്ക് പോകുന്നു. രാഹുൽ, ഇത് മൃതദേഹത്തിൻ്റെതാണ് എന്ന സ്ഥിരീകരണം വരുന്നുണ്ടോ? മനുഷ്യന്റെ മൃതദേഹം തന്നെ എന്നുള്ള കാര്യത്തിൽ എന്തായാലും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതായത് ഒരു തലയോട്ടിയും അതുപോലെ തന്നെ അസ്ഥിയുടെ ഭാഗങ്ങളുമാണ് ഈ കുഴിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആ കുഴിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും ആ കുഴിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആരുടേതാണ് ഈ മൃതദേഹം എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരണമെങ്കിൽ DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും മനുഷ്യന്റെ മൃതദേഹമാണ് ആ കുഴിക്കകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പോലീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. തലയോട്ടിയും അതുപോലെ തന്നെ അസ്ഥിയുടെ ഭാഗങ്ങളും മറ്റൊരു പാൻറ്റും ഈ കുഴിയിൽ നിന്നുണ്ടായിരുന്നു. ഈ മൃതദേഹം ഞെരുങ്ങിക്കൂടി, അതായത് ഒടിഞ്ഞ് കൂടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു, അതായത് കിടത്തിയിട്ടിരിക്കുകയല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ കണ്ടിറങ്ങി വന്ന ആളുകൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരൊക്കെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പാക്ക് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ മൃതദേഹം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് പ്രതി നിതീഷ് പറഞ്ഞതനുസരിച്ച് ഈ കൊല്ലപ്പെട്ടത് വിജയൻ തന്നെയാണ്. വിജയനെയാണ് ആ കുഴിക്കകത്ത് മറവ് ചെയ്യുകയും ചെയ്തിരുന്നത്. വിജയന്റെ മൃതദേഹാവശിഷ്ടം തന്നെ ആയിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും തീരുമാനം ആയിരിക്കുന്നത്. രാഹുൽ, അത് വിജയൻ്റെതാണോ എന്ന് അറിയണമെങ്കിൽ അപ്പോൾ അത് ശാസ്ത്രീയ പരിശോധന എന്തായാലും വേണം, അല്ലേ? അപ്പോൾ ഇനി ബാക്കി പരിശോധനകൾ എന്തായാലും അതിൻ്റെ ദുരൂഹത അങ്ങനെ തുടരുമ്പോഴും അന്വേഷണം വളരെ കാര്യക്ഷമമായി ഒരു ദിശാബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ തന്നെയാണോ എന്നറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ കൂടിയേ തീരൂ. DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പോലീസ് നടത്തി വരികയുമാണ്. മാത്രമല്ല, ഇവിടെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഈ കട്ടപ്പനയിലെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തും, അതായത് പശുത്തൊഴുത്താണ്, മറ്റൊരു വീടിന്റെ പശുത്തൊഴുത്തിലാണ്, അവിടേക്കും ഉടൻ തന്നെ പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോകും. കാരണം ഈ മൊഴികളൊക്കെ ഉറപ്പായി വരികയാണ്. മൊഴികളിലൊന്നും വ്യത്യാസമില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി അതിന് കാലതാമസം വരുത്തേണ്ട എന്നുള്ളൊരു തീരുമാനം പോലീസിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള ഇവർ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പരിശോധനയ്ക്ക് പോകും. നവജാത ശിശുവിന്റെ മൃതദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് ശ്രമിക്കാൻ പോവുക. പക്ഷേ അത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ള സംശയം പോലീസിന് സ്വാഭാവികമായിട്ടുമുണ്ട്. 4 ദിവസം പ്രായം മാത്രമുള്ള കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്. അതിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പരിശോധന അവിടെയും നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് പിടികൂടുന്നു. അവിടെ നിന്ന് മോഷണ മുതലുകൾ എന്തെങ്കിലും ഇവർ താമസിച്ചിരുന്ന വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ച് കട്ടപ്പന SI സുനേഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു. ഇവിടെ വന്നതിന് ശേഷം അവർ കണ്ട കാഴ്ചകൾ വെച്ച് അവർക്ക് തോന്നിയ സംശയമാണ് 2 പേരുടെ 2 കൊലപാതകങ്ങൾ തെളിയാനിടയായിരിക്കുന്നത്, അല്ലെങ്കിൽ 2 കൊലപാതകങ്ങളുടെ വലിയ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മുടെ 1 മണി മുതൽ തന്നെ തുടർച്ചയായി തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഴിച്ചു മൂടി എന്നായിരുന്നു മൊഴി. ആ മൊഴി ശരിവെക്കുന്ന രീതിയിൽ അന്വേഷണ സംഘത്തിന് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിരിക്കുന്നു. അത് വിജയൻ്റെതാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന അനിവാര്യവുമാണ്.